ഹായ്, ഒരു പുതിയ മൊഡ്യൂളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂള്, അതിലെ ആദ്യത്തെ ലെസൺ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും. എന്താണ് ലാഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് നഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ ലാഭവും നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതില് ഈ വീഡിയോയിൽ പറയുന്നത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇമ്പോർട്ടൻ്റ് ഫോർമുലകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ഫാക്റ്റുകളും ഫോർമുലകളും ഉപയോഗിച്ചുകൊണ്ടുള്ള റിലേറ്റഡ് പ്രോബ്ലംസ് ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഈ ഭാഗത്തിലെ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. പി ആൻഡ് എൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭ നഷ്ട കണക്ക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏതൊരു വ്യാപാര സ്ഥാപനത്തിന്റെയും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെയും വരവും അതുപോലെ തന്നെ ചിലവും, അതുപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവയുടെ വിലകളും എല്ലാം കൂടി ചേർത്ത് വാർഷികമായിട്ടോ അല്ലെങ്കിൽ ത്രൈമാസത്തിലായിട്ടോ ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ, ഒരു വ്യാപാര സ്ഥാപനത്തിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെയോ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെയോ വരുമാനവും ചിലവും അത് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള വസ്തുക്കളുടെ വിലയും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വർഷത്തിലോ അല്ലെങ്കിൽ ത്രൈമാസത്തിലോ ആയിട്ട് പുറപ്പെടുവിക്കുന്ന ഒരു സാമ്പത്തിക സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ലാഭവും നഷ്ടവും എല്ലാം കൂടി ചേർത്ത് വെച്ച് അവയുടെ എല്ലാത്തിന്റെയും കൂടി കണക്ക് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ഇതില് പറയാം. അടുത്ത് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേമുകളാണ്, ഇമ്പോർട്ടന്റ് ഫാക്റ്റുകളാണ്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത് വരുന്നത് കോസ്റ്റ് പ്രൈസ്. ഇതിന് നമുക്ക് വാങ്ങിയ വില എന്ന് പറയാം, കോസ്റ്റ് പ്രൈസ്. ഒരു വസ്തു നിർമ്മിക്കുകയാണെങ്കിൽ, ഒരു പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു വസ്തു നിർമ്മിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളുടെയും സേവനത്തിന് ജോലിയുടെയും ആകെ ചെലവിനെയാണ് ആ വസ്തുവിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വ്യാപാരി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വസ്തു വാങ്ങുന്ന വില, അതിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ഷോപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ അത് വിൽക്കുന്നതിന് വേണ്ടി ആ ഷോപ്പിലെ ആൾക്ക് എത്ര രൂപയ്ക്കാണോ അത് കിട്ടുന്നത്, എത്ര രൂപയ്ക്കാണോ അത് വാങ്ങുന്നത്, അതിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എത്രയാണോ ചെലവായത്, അത് ആ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അത് നിർമ്മിച്ച തൊഴിലാളിയുടെ റെമ്യൂണറേഷൻ ആയിട്ട് വരുന്ന കോസ്റ്റ് കൂടി ചേർത്ത് കോസ്റ്റ് പ്രൈസ്, ഒരു വസ്തുവിന്റെ, ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയും.
വസ്തുവിന്മേലാകെ ചിലവായത്. നമുക്ക് വേണമെങ്കിൽ അതിനെ വാങ്ങിയ വില എന്ന് പറയാനായിട്ട് സാധിക്കും. മറ്റൊന്നാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്, വിറ്റ വില എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില. ഒരു പ്രോഡക്റ്റ് മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ ലഭിക്കുന്ന വില, എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, ആ വിലയെയാണ് സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എന്ന് പറയുന്നത്. ഒരു ഷോപ്പ് ആണെങ്കിൽ, ഒരു വ്യാപാര സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അത് നിശ്ചിത കോസ്റ്റ് പ്രൈസിൽ വാങ്ങിയതിന് ശേഷം വേറൊരാൾക്ക് അത് മറിച്ച് വിൽക്കുകയാണ്. ആ വിൽക്കുമ്പോൾ എത്ര രൂപയാണോ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അതിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. ഇപ്പൊ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നുമാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു വ്യാപാരിക്ക് അല്ലെങ്കിൽ ഒരു ഷോപ്പിലേക്ക് കൊടുക്കുന്ന വില എത്രയാണോ അതിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയും. വിൽക്കുന്ന വില, ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന വിലയെ ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന വിലയെ കോസ്റ്റ് പ്രൈസ് എന്നും പറയും. മറ്റൊന്നാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റിനെ നമുക്ക് ലാഭമെന്നോ അല്ലെങ്കിൽ നേട്ടമെന്നോ ഒക്കെ പറയാനായിട്ട് സാധിക്കും. ഒരു വ്യാപാരം നടത്തുന്നതിന്റെ ലാഭമെന്നോ അല്ലെങ്കിൽ നേട്ടമെന്നോ പറയാം. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം എന്ന് പറയാം. ഒരു വ്യാപാരം നടത്തുന്നതിന്റെ നഷ്ടത്തിനെ ലോസ് എന്നും, ലാഭം അല്ലെങ്കിൽ നേട്ടം അതിന് നമുക്ക് പ്രോഫിറ്റ് ഓർ ഗെയിൻ എന്നും പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാകുന്നത്, ലാഭം അല്ലെങ്കിൽ നേട്ടം ഉണ്ടാകുന്നത് എപ്പോഴാണ്? തൊട്ട് മുന്നേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു വസ്തു വാങ്ങുന്നു, നിശ്ചിത വിലയ്ക്ക് വാങ്ങുന്നു, അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു. അത് മറ്റൊരു വിലയ്ക്ക് വിൽക്കുന്നു, അതിനെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു. ഇവിടെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ, വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും വിൽക്കുന്ന ആൾക്ക് ലാഭമാണ് ഉണ്ടാകുന്നത്. വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഒരു വ്യാപാരം കൊണ്ട്, കച്ചവടം കൊണ്ട് ലാഭമാണ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ ലാഭം എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്. വിറ്റ വില കൂടുതലാണെങ്കിൽ ലാഭമാണ് ഉണ്ടാകുന്നത്. ഇനി നഷ്ടം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കുറവാണെങ്കിൽ, വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കുറവാണെങ്കിൽ, സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്, അങ്ങനെയാണെങ്കിൽ ആ വ്യാപാരം നഷ്ടത്തിലാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ നഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലോസ് എന്ന് പറയുന്നത്. സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ്. എത്ര വിലക്കാണോ വാങ്ങുന്നത് അതിലേറെ കുറഞ്ഞ വിലയ്ക്ക് വേറൊരാൾക്കത് വിൽക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആ വിൽപ്പനയിൽ നഷ്ടമാണ് ഉള്ളത്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്. ഒന്നില് സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റില് സെല്ലിംഗ് പ്രൈസ് കൂടുതലായിരുന്നു, എന്നാൽ ലോസ് ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് കുറവാണ്. അങ്ങനെ വരുമ്പോൾ അത് നഷ്ടമായിട്ട് മാറുകയും ചെയ്യും. മറ്റൊന്നാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു പ്രോഡക്റ്റിന്റെ വിലയിൽ എത്രയാണോ റിഡക്ഷൻ കൊടുക്കുന്നത്, കുറവ് കൊടുക്കുന്നത്. ഇപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു നിശ്ചിത പ്രൈസ് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ പ്രൈസ് ടാഗ് കൊടുത്തായിരിക്കും വസ്തുക്കൾ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. ആ വിൽപ്പന വിലയിൽ നിന്നും എത്രയാണോ കുറവ് കൊടുക്കുന്നത്, റിഡക്ഷൻ എത്രയാണോ കൊടുക്കുന്നത്, അതിനെയാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്നുമാണ് ചെയ്യുന്നത്, കോസ്റ്റ് പ്രൈസിൽ നിന്നുമല്ല, സെല്ലിംഗ് പ്രൈസിൽ നിന്നുമാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. വിൽക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര വിലക്കാണോ വെച്ചിട്ടുള്ളത്, അതിന്റെ പ്രൈസ് ടാഗിൽ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത്, അതിൽ നിന്നും നിശ്ചിത കുറവ് വരുത്തിക്കൊണ്ടാണ് വിൽക്കുന്നത് എങ്കിൽ അതിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. മറ്റു ചില ഇമ്പോർട്ടന്റ് ഫോർമുലകളാണ് പ്രോഫിറ്റ് ഫോർമുല. പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. എന്താണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു, എന്താണ് ലോസ് എന്ന് പറഞ്ഞു. ഇനി പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, കണക്കാക്കുക, ലാഭം എങ്ങനെയാണ് കണക്കാക്കാവുന്നത്. ലാഭം കണക്കാക്കാൻ സിമ്പിൾ ആണ്.
സെല്ലിംഗ് പ്രൈസ് കൂടുതലായതുകൊണ്ട്, കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലായതുകൊണ്ടാണ് വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കൂടുതലായതുകൊണ്ടാണ് ലാഭം ഉണ്ടായത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, വിറ്റ വില മൈനസ് വാങ്ങിയ വില, അപ്പം ലാഭം. പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. അതുപോലെ തന്നെ ലോസ് ഫോർമുല, നഷ്ടമാണെങ്കിൽ, നഷ്ടമാകാൻ ഒരു കാരണമുണ്ട്, സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവായിരുന്നു. വിറ്റ വില വാങ്ങിയ വിലയേക്കാൾ കുറവായതുകൊണ്ട്, വാങ്ങിയ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ആ വസ്തു മറ്റൊരാൾക്ക് കൊടുത്തപ്പോഴാണ് നഷ്ടമുണ്ടായത്. അപ്പൊ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കുറവ്. അപ്പൊ ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഈ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് കോസ്റ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. വാങ്ങിയ വിലയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രോഫിറ്റോ ലോസോ നമ്മൾ പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ലാഭമാണെങ്കിലും നഷ്ടമാണ് എന്നുണ്ടെങ്കിലും എല്ലായ്പ്പോഴും അത് ശതമാനത്തിലാണ് കണക്കാക്കുന്നത്. കോസ്റ്റ് പ്രൈസിന്റെ ഇത്ര ശതമാനം എന്ന രൂപത്തിലാണ് കണക്കാക്കുന്നത്. കോസ്റ്റ് പ്രൈസിന്റെ ഇത്ര ശതമാനം ലാഭം അല്ലെങ്കിൽ ഇത്ര ശതമാനം നഷ്ടം എന്നുള്ള രൂപത്തിൽ കോസ്റ്റ് പ്രൈസിലാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജും ഒക്കെ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല എന്താന്ന് നോക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. എത്രത്തോളമാണ് ലാഭം കിട്ടിയത് ഡിവൈഡ് ബൈ വിറ്റ് വില, പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്. അത് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. അതിൽ നമ്മൾ പ്രോഫിറ്റ് ഫോർമുല എന്ന് പറയും, പ്രോഫിറ്റ് ഫോർമുല എന്ന് പറയുകയും ചെയ്യും. പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. അതിനാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഫോർമുല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ലോസ് പെർസെൻറ്റേജ്. ലോസ് പെർസെൻറ്റേജ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. നഷ്ടം ഡിവൈഡ് ബൈ ആകെ വാങ്ങിയ വില ഇൻറ്റു 100%. അത് നമുക്ക് ലോസ് പെർസെൻറ്റേജ് എന്നും പറയാം. ലോസ് പെർസെൻറ്റേജ് കാണുന്നതിന് വേണ്ടിയിട്ടും പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണുന്നതിന് വേണ്ടിയിട്ടും ഈ രണ്ട് ഇക്വേഷനുകൾ ഉപയോഗിക്കാം. ഇനി പ്രോഫിറ്റും ലോസും ഉണ്ടായി കഴിയുമ്പോൾ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും എങ്ങനെയാണ് ഇക്വേഷനുകൾ വഴി കണ്ടുപിടിക്കുക. സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും എങ്ങനെയാണ് ഇക്വേഷൻ വഴി കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അറിയാനായിട്ട് സാധിക്കും. പ്രോഫിറ്റ് എത്ര എമൗണ്ട് എന്നല്ല, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര എമൗണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും, എത്ര രൂപയ്ക്കായിരിക്കും വിറ്റത് എന്നുള്ളത്. സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു, ഇക്വേഷൻ ഇങ്ങനെയാണ്, 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്, 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. അതിൽ നിന്നും സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കിട്ടും. അത് പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രമാണ് പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് വരുന്നത്. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇങ്ങനെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം. ഇനി ഇതേ ഇക്വേഷനിൽ നിന്നും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. ഇതേ ഇക്വേഷനിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി കോസ്റ്റ് പ്രൈസിനെ അവിടെ നിർത്താം. 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 എന്നുള്ളത് ഇടതുവശത്ത് വരുമ്പോൾ 100 ഡിവൈഡ് ബൈ 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് SP എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഈ രീതിയിൽ സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ, പ്രോഫിറ്റിന് പകരം ലോസ് ആണ് എന്നുണ്ടെങ്കിൽ 100-ൽ നിന്നും കുറയ്ക്കണം. ലാഭമാണെങ്കിൽ 100-ൽ നിന്ന് കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ലോസ് ആകുമ്പോൾ, നഷ്ടമാകുമ്പോൾ ആ നഷ്ടത്തിന്റെ ശതമാനം 100-ൽ നിന്നും കുറയ്ക്കണം. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ്. പ്രോഫിറ്റ് ആയിരുന്നപ്പോൾ പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് ചേർത്തു, മൈനസ് ആകുമ്പോൾ
മൈനസ് ലോസ് പെർസെൻറ്റേജ് എന്ന് ചേർക്കണം. അപ്പം 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. ഇതിൽ നിന്നും കോസ്റ്റ് പ്രൈസും കണക്കാക്കാം. കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. 100 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് ഡിവൈഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ്. 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് എന്ന് കണക്കാക്കാം. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു 100 ഡിവൈഡ് ബൈ 100 മൈനസ് ലോസ് പെർസെൻറ്റേജ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസും ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാം. ഇനി പ്രോഫിറ്റ് ലോസ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ്, ലോസ് പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഉള്ള ചില പ്രോബ്ലംസ് ആണ്, സോൾവ്ഡ് പ്രോബ്ലംസ് ആണ് ഇത്. അതിലൊരു സിമ്പിൾ പ്രോബ്ലം നോക്കാം. എ ഡീലർ ബോട്ട് എ ടെലിവിഷൻ സെറ്റ് ഫോർ Rs 10,000. ഒരു ഡീലർ ഒരു ടെലിവിഷൻ സെറ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഒരു ടെലിവിഷൻ സെറ്റ് 10,000 രൂപയ്ക്ക് വാങ്ങി. ആൻഡ് സോൾഡ് ഇറ്റ് ഫോർ 12,000. എന്നിട്ട് അത് 12,000 രൂപയ്ക്ക് വിറ്റു. ഒരു ഷോപ്പ് കീപ്പർ ഒരു ടെലിവിഷൻ 12,000 രൂപയ്ക്ക് വിറ്റു. 10,000 രൂപയ്ക്ക് വാങ്ങിയിരുന്ന വസ്തു 12,000 രൂപയ്ക്ക് വിറ്റു. അതായത് ഒരു ടെലിവിഷൻ 10,000 രൂപയ്ക്ക് വാങ്ങിയിട്ടത് 12,000 രൂപയ്ക്ക് വിറ്റു. തീർച്ചയായിട്ടും ഇവിടെ ഈ രണ്ട് പ്രൈസുകൾ നമ്മളിവിടെ നോക്കേണ്ടതുണ്ട്. ബോട്ട് വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ് 10,000 ആൻഡ് വിറ്റ വില സെല്ലിംഗ് പ്രൈസ് 12,000. ചോദ്യം ഇങ്ങനെയാണ്, ഫൈൻഡ് ദി പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഹിം ഫോർ വൺ ടെലിവിഷൻ സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു ടെലിവിഷൻ സെറ്റില് ലാഭം അല്ലെങ്കിൽ നഷ്ടം എത്രയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. ഇഫ് ഹി ഹാഡ് സോൾഡ് 5 ടെലിവിഷൻ സെറ്റ്സ്, അങ്ങനെയാണെങ്കിൽ ഇയാള് 5 ടെലിവിഷൻ സെറ്റുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ, ഈ രീതിയിൽ അതായത് 10,000 രൂപയ്ക്ക് വാങ്ങിയിട്ട് 12,000 രൂപയ്ക്ക് 5 ടെലിവിഷൻ സെറ്റുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ദി ടോട്ടൽ പ്രോഫിറ്റ് ഓർ ലോസ്. നമുക്ക് ഇവിടെ അറിയാം ഇത് പ്രോഫിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയാം, നേട്ടമാണ് നമുക്കറിയാം. കാരണം കോസ്റ്റ് പ്രൈസ് ഓഫ് വൺ ടെലിവിഷൻ സെറ്റ് ഈക്വൽ ടു 10,000. ഒരു ടെലിവിഷൻ സെറ്റിന്റെ വാങ്ങിയ വില 10,000 രൂപയാണ്. അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൺ ടെലിവിഷൻ സെറ്റ് ഈക്വൽ ടു 12,000. ഒരു ടെലിവിഷൻ സെറ്റിന്റെ സെല്ലിംഗ് പ്രൈസ് SP വിറ്റ വില 12,000 ആണ്. കാരണം സെല്ലിംഗ് പ്രൈസ് ആണ് കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് ഇതൊരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കച്ചവടമാണ്. അപ്പൊ പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. 12,000 മൈനസ് 10,000 ഈക്വൽ ടു 2,000. ഒരു ടെലിവിഷൻ സെറ്റ് വാങ്ങിയിട്ട് വിൽക്കുമ്പോൾ 2,000 രൂപ ലാഭം കിട്ടുന്നുവെങ്കിൽ ഈ രീതിയിൽ 5 ടെലിവിഷൻ സെറ്റ് ആണ് വിറ്റിട്ടുള്ളത്. അപ്പം പ്രോഫിറ്റ് ഓൺ 5 ടെലിവിഷൻ സെറ്റ്സ്, 5 ടെലിവിഷൻ സെറ്റുകളിലുള്ള ലാഭം എന്ന് പറയുന്നത് 5 ഇൻറ്റു 2,000 ഈക്വൽ ടു 10,000. 10,000 രൂപ ലാഭം ഇവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും നോക്കിക്കൊണ്ട് ലാഭം അല്ലെങ്കിൽ നഷ്ടം നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. പ്രോഫിറ്റോ ലോസോ കണക്കാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് ഉള്ളത്. സഞ്ജയ് ബോട്ട് എ ബൈസിക്കിൾ ഫോർ Rs 5,000. സഞ്ജയ് ഒരു ബൈസിക്കിള്, ഒരു സൈക്കിള് 5,000 രൂപയ്ക്ക് വാങ്ങി. ഹി സോൾഡ് ഇറ്റ് ഫോർ Rs 600 ലെസ് ആഫ്റ്റർ 2 years. എന്നിട്ട് 2 വർഷത്തിന് ശേഷം വിറ്റു. വിറ്റപ്പം 600 രൂപ ലെസ്, 600 രൂപ കുറവിനാണ് കൊടുത്തത്. അതായത് 5,000 രൂപയ്ക്ക് വാങ്ങി 2 വർഷം ഉപയോഗിച്ചു, 2 വർഷത്തിന് ശേഷം 600 രൂപ കുറച്ചു കൊടുത്തു. ഫൈൻഡ് ദി സെല്ലിംഗ് പ്രൈസ് ആൻഡ് ദി ലോസ് പെർസെൻറ്റേജ്. സെല്ലിംഗ് പ്രൈസ് വിറ്റ വില അറിയണം, അതുപോലെ തന്നെ ലോസ് പെർസെൻറ്റേജ് നഷ്ട ശതമാനം അറിയണം. കാരണം ഇവിടെ നഷ്ടമാണുള്ളത്, ലോസ് ആണുള്ളത്. കാരണം ഇത് വിറ്റപ്പോൾ 600 രൂപ കുറച്ചാണ് കൊടുത്തത്. 600 രൂപ കുറച്ചു കൊടുത്തത് കൊണ്ട് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണ്. അതായത്
അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ബൈസിക്കിൾ ഈക്വൽ ടു RS 5000, 5000 രൂപയാണ് വാങ്ങിയ വില. കുറച്ചു കൊടുത്തത് അതായത് ലോസ് എന്ന് പറയുന്നത് RS 600, 600 രൂപയാണ് വിറ്റപ്പോൾ നഷ്ടമുണ്ടായത്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് മൈനസ് ലോസ്, അതായത് വാങ്ങിയ വിലയിൽ നിന്നും നഷ്ടം എത്രയാണ് ഉള്ളത് അത് കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത് അതാണ് വിറ്റ വില. ഈക്വൽ ടു 5000 മൈനസ് ലോസ് ഈക്വൽ ടു 4400, 4400 രൂപയ്ക്കാണ് വിറ്റത്. അതുകൊണ്ടാണ് 600 രൂപ കുറച്ച് വിറ്റെന്ന് പറയുന്നത്. അപ്പൊ ഈ 4400 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഫൈൻഡ് ദി സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കിട്ടി 4400 രൂപ. ആൻഡ് ദി ലോസ് പെർസെന്റേജ്, ലോസ് നഷ്ടത്തിന്റെ ശതമാനം, നഷ്ടം 600 ആണ്. 600 കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം? നമുക്കറിയാം ലോസ് പെർസെന്റ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ്, ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. അങ്ങനെയാണെങ്കിൽ ലോസ് പെർസെന്റേജ് എടുക്കാം. 600 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100%. 600 ഡിവൈഡ് ബൈ 5000 ഇൻറ്റു 100% ഈക്വൽ ടു 12% എന്ന് കിട്ടും. അപ്പൊ 12% ഈ വിൽപ്പനയിൽ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ലോസ് പെർസെന്റേജ് കാണാനായിട്ട് സാധിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജും കാണാം. മൂന്നാമത്തെ ഒരു ചോദ്യം. എ മാൻ ബോട്ട് ആൻ ഓൾഡ് ബൈസിക്കിൾ ഫോർ RS 1250. ഒരാൾ ഒരു പഴയ സൈക്കിള് 1250 രൂപയ്ക്ക് വാങ്ങി. ഹി സ്പെൻഡ് RS 250 ഓൺ ഇറ്റ്സ് റിപ്പയേഴ്സ്. അതിനുശേഷം റിപ്പയർ ചെയ്തു. റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 250 രൂപ കൂടി ചെലവാക്കി. 1250 രൂപയ്ക്ക് ഒരു പഴയ സൈക്കിൾ വാങ്ങിയിട്ട് അത് റിപ്പയർ ചെയ്തു. റിപ്പയർ ചെയ്യാൻ 250 രൂപ ചിലവാക്കി. Then he sold it for 1400. 1250 രൂപയ്ക്ക് ഒരു പഴയ സൈക്കിൾ വാങ്ങി 250 രൂപ അതിൽ റിപ്പയർ ചെയ്തിട്ട് 1400 രൂപയ്ക്ക് വിറ്റു. ഫൈൻഡ് ദി ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ്. നേട്ടമാണെങ്കിൽ നേട്ടത്തിന്റെ ശതമാനം, നഷ്ടമാണെങ്കിൽ നഷ്ടത്തിന്റെ ശതമാനം. അപ്പൊ നമുക്കറിയാം കോസ്റ്റ് പ്രൈസ് ഓഫ് ബൈസിക്കിൾ, പഴയ ബൈസിക്കിൾ വാങ്ങിയതിന്റെ വില 1250. ഒരു കാര്യം കൂടി ഉണ്ട്, റിപ്പയർ പ്രൈസ്, റിപ്പയറിന് വേണ്ടിയിട്ട് എത്രയാണ് ചെലവാക്കിയത് അത് 250. ഈ രണ്ടും കൂടെ ചേർത്തതാണ് ഈ ബൈസിക്കിളിന്റെ ശരിയായ കോസ്റ്റ് പ്രൈസ്. ബൈസിക്കിളിൽ ശരിയായിട്ടത് മുടക്കിയിട്ടുള്ള ഒരാള് ബൈസിക്കിളിൽ മുടക്കിയിട്ടുള്ള വില, അതായത് 1250 പ്ലസ് 250 ഈക്വൽ ടു 1500 രൂപ. അപ്പൊ ഈ ബൈസിക്കിൾ വാങ്ങിയ ആൾക്ക് ആ ബൈസിക്കിളിന് മുകളിൽ 1500 രൂപയാണ് ചെലവായത്. അതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്രൈസ് 1500. ഇനി സെല്ലിംഗ് പ്രൈസ് ഓഫ് ബൈസിക്കിൾ, ആ ബൈസിക്കിളിനെ വിറ്റു. വിറ്റ വില 1400. 1500 ചെലവാക്കിയിട്ട് 1400 രൂപയ്ക്കാണ് വിറ്റത്. അതായത് വിറ്റ വില എന്ന് പറയുന്നത് കുറവാണ്. കോസ്റ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലോസ് ആണ് ഉണ്ടാവുന്നത്, നഷ്ടമാണ് ഉണ്ടാവുന്നത്. അപ്പൊ ലോസ് കാണാൻ വേണ്ടി കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്, വാങ്ങിയ വില മൈനസ് വിറ്റ വില. 1500 ആണ് വാങ്ങിയ വില അല്ലെങ്കിൽ ചെലവായ വില, മൈനസ് വിറ്റ വില 1400 ഈക്വൽ ടു 100. നഷ്ടം എന്ന് പറയുന്നത് 100 രൂപയാണ് നഷ്ടം. അതിനെ നമുക്ക് പെർസെന്റേജിലേക്ക് മാറ്റണം, ശതമാനത്തിലേക്ക് മാറ്റണം. ഇവിടെ ലോസ് ആണ്. ലോസ് പെർസെന്റേജ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. ലോസ് പെർസെന്റേജ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് എന്ന് പറയുന്നത് 100 ആണ്. 100 ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1500 ആണ്. 100 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു 100 ഈക്വൽ ടു 6.67%. അപ്പൊ 6.67% നഷ്ടത്തിനാണ് ഈ ബൈസിക്കിള് വിറ്റത്. പ്രോഫിറ്റ് ആൻഡ് ലോസ്
അത് വെച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ പ്രോബ്ലം കൂടി. എ ഫ്രൂട്ട് സെല്ലർ bought 8 boxes of grapes at Rs 150 each. ഒരു പഴക്കച്ചവടക്കാരൻ കുറേയധികം ഗ്രേപ്സ് മുന്തിരികൾ വാങ്ങുകയാണ്. അപ്പൊ അത് ബോക്സുകളായിട്ടാണ് വരുന്നത്. 8 ബോക്സുകൾ വാങ്ങി, 8 ബോക്സ് ഗ്രേപ്സ് വാങ്ങി, ഓരോ ബോക്സിനും 150 രൂപ വീതം. 150 രൂപ വീതം മുടക്കി 8 ബോക്സ് ഗ്രേപ്സ് വാങ്ങി. അത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഇടയിൽ 1 ബോക്സ് വാസ് ഡാമേജ്ഡ്. ഒരു ബോക്സ് ഗ്രേപ്പ് ഡാമേജ് ആയിട്ട് പോയി, കേടുവന്നു പോയി. അപ്പൊ അത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല, വിൽക്കാനായിട്ട് സാധിക്കില്ല. ഇനി അയാൾ ചെയ്തത്, ഹി സോൾഡ് ദി റിമൈനിങ് ബോക്സസ് അറ്റ് Rs 190 ഈച്ച്. ബാക്കി ബോക്സുകളിൽ ഉണ്ടായിരുന്ന ഗ്രേപ്പുകൾ ഓരോ ബോക്സിനും 190 രൂപയ്ക്ക് വിറ്റു. He sold the remaining boxes at Rs 190 each. Find the profit or loss percentage. ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ലാഭത്തിന്റെ നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ലാഭമാണോ നഷ്ടമാണോ ഉള്ളത് എന്ന് നോക്കണം. അപ്പൊ ലാഭം നോക്കണമെങ്കിൽ നമുക്ക് വേണ്ടത്, ലാഭവും നഷ്ടവും നോക്കണമെങ്കിൽ വേണ്ടത് കോസ്റ്റ് പ്രൈസ് വേണം, അതുപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് വേണം. കോസ്റ്റ് പ്രൈസ് വാങ്ങിയ വില അല്ലെങ്കിൽ ചെലവായ വില. വാങ്ങിയ വില എന്ന് പറയുന്നത് 8 ബോക്സ് ഗ്രേപ്പുകളാണ്, ഓരോ ബോക്സിന് 150 രൂപ. അപ്പൊ 8 ബോക്സിന് 8 × 150 1200 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 8 ബോക്സസ് ഓഫ് ഗ്രേപ്സ് ഈക്വൽ ടു 1200. ഇനി നമുക്ക് സെല്ലിംഗ് പ്രൈസ് നോക്കണം. 8 ബോക്സ് വാങ്ങിയിട്ട് 8 ബോക്സ് വിൽക്കാൻ പറ്റുന്നില്ല. ഒരു ബോക്സ് ഗ്രേപ്പ് കേടുവന്നു പോയി, അപ്പൊ അത് വിൽക്കാൻ പറ്റില്ല, ബാക്കിയാണ് വിൽക്കുന്നത്. ബാക്കി 8 - 1 7 ഗ്രേപ്സ് ബോക്സസ് ഉണ്ട്. ഗ്രേപ്സിന്റെ 7 ബോക്സുകളുണ്ട്. അതിൽ ഓരോ ബോക്സും 190 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 7 × 190. 190 രൂപയ്ക്ക് വിൽക്കുന്ന 7 ബോക്സുകളുടെ സെല്ലിംഗ് പ്രൈസ്, വിറ്റ വില എന്ന് പറയുന്നത് 7 × 190 1330. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് കിട്ടി, സെല്ലിംഗ് പ്രൈസ് കിട്ടി. കോസ്റ്റ് പ്രൈസിനേക്കാൾ കൂടുതലാണ് സെല്ലിംഗ് പ്രൈസ്. വാങ്ങിയ വിലയേക്കാൾ കൂടുതലാണ് വിറ്റ വില. തീർച്ചയായിട്ടും ഇവിടെ ലാഭമാണ് ഉള്ളത്, പ്രോഫിറ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് പ്രോഫിറ്റ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് 1330 മൈനസ് കോസ്റ്റ് പ്രൈസ് 1200 ഈക്വൽ ടു 130. പ്രോഫിറ്റ് ഈക്വൽ ടു Rs 130. 130 രൂപയാണ് ഈ ഒരു കച്ചവടത്തില് ലാഭം കിട്ടിയത്. നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദി പ്രോഫിറ്റ് പെർസെന്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോഫിറ്റ് എത്ര ശതമാനമാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100%. പ്രോഫിറ്റ് 130 ആണ്, ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1200 ആണ്, ഇൻറ്റു 100% ഈക്വൽ ടു 10.83%. 10.83% ആണ് ലാഭം കിട്ടിയത്. അപ്പൊ ഒരു ബോക്സ് കേടുവന്നു പോയാലും മറ്റു ബോക്സുകളിൽ അവയുടെ വില കൂട്ടി വെച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ഇക്വേഷനുകളൊക്കെ വെച്ചുകൊണ്ട് പ്രോഫിറ്റും ലോസും, പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും.